ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണ്. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 11-12 വാക്യങ്ങൾ ഇങ്ങനെയാണ്. ജ്ഞാനത്തിൻ്റെ മാർഗം ഞാൻ നിന്നെ ഉപദേശിക്കുന്നു, നേരെയുള്ള പാതയിൽ ഞാൻ നിന്നെ നടത്തുന്നു. നടക്കുമ്പോൾ നിൻ്റെ കാലടികൾക്ക് ഇടുക്കം വരികയില്ല, ഓടുമ്പോൾ നീ ഇടറുകയുമില്ല എന്നുള്ള വചനമാണ്. ഈ വാക്യവും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ദൈവത്തിനു വേണ്ടി ജീവിപ്പാൻ വിളിച്ചു വേർതിരിക്കപ്പെട്ട ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച്, ഒരു ഭക്തനെ സംബന്ധിച്ച്, ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ആ വ്യക്തിയുടെ യാത്രകൾ ഒക്കെയും അവരുടെ പാതകൾ ഒക്കെയും നേരുള്ള വഴികളിലൂടെയാകും എന്നോർപ്പിക്കുകയാണ്. ഒരു ഭക്തൻ്റെ വഴി ഏതാണെന്നും ഏതായിരിക്കണമെന്നും നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ദൈവവചന ഭാഗമാണ് 15-ാം സങ്കീർത്തനത്തിൻ്റെ 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങളെന്ന് പറയുന്നത്. ആ വാക്യങ്ങൾക്കുള്ളിൽ ദാവീദ് ഒരു ഭക്തൻ പോകേണ്ടുന്ന വഴി ഏതാണ് എന്ന് ഓർപ്പിക്കുമ്പോൾ അവിടെ പറയുന്നത്, നിഷ്കളങ്കതയുടെ വഴി ഒരു ഭക്തൻ തിരഞ്ഞെടുക്കുന്നു. അവൻ്റെ ജീവിതത്തിനകത്ത് ഹൃദയപൂർവം സത്യം സംസാരിക്കുന്ന സത്യത്തിൻ്റെ വഴികളിലൂടെ മാത്രമേ ഒരു ഭക്തൻ യാത്ര ചെയ്യുന്നുള്ളൂ എന്നും 2-ാം വാക്യത്തിൽ ഓർപ്പിക്കുന്നുണ്ട്. വീണ്ടും പറയുകയാണ്, കൂട്ടുകാരന് ദോഷം ചെയ്യുവാൻ മനസ്സ് കാണിക്കാതെ, അല്ലെങ്കിൽ കൂട്ടുകാരനെ ചതിക്കാതെ അവരെ പരമാർത്ഥതയോടുകൂടി സ്നേഹിക്കുന്ന ഒരു വഴിയാണ് ഒരു ഭക്തൻ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി എന്നോർപ്പിക്കുന്നുണ്ട്. കൂട്ടുകാരന് അപമാനം വരുത്തുവാനും നിങ്ങളുടെ പ്രവൃത്തിയും വാക്കുകളും കാരണമായി തീരാതിരിപ്പാൻ സൂക്ഷിക്കണമെന്ന് ഓർപ്പിച്ചിട്ടുണ്ട്. അടുത്ത വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, വഷളത്വം പ്രവർത്തിക്കുന്നവരെ നിന്ദ്യരായി എണ്ണുകയും യഹോവ ഭക്തന്മാരെ ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു പ്രകൃതിയാണ് ഒരു ഭക്തൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തി ഓർമ്മപ്പെടുത്തിയിട്ടുള്ള അടുത്ത വാക്കുകൾ. ജീവിതത്തിൽ എന്തെല്ലാം നഷ്ടങ്ങൾ വന്നാലും, എന്തെല്ലാം വേദനകൾ അനുഭവിക്കേണ്ടി വന്നാലും, ജീവിതത്തിൽ സത്യം വിട്ടുകളയാതെ സത്യത്തെ പിന്തുടരുന്ന ഒരനുഭവമാണ് ഒരു ഭക്തൻ്റെ വഴിത്താര എന്നോർപ്പിക്കുന്നത്. മാത്രമല്ല, 5-ാം വാക്യത്തിൽ വരുമ്പോൾ, തൻ്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാതെയും കുറ്റമില്ലാത്തവന് വിരോധമായി കൈക്കൂലി വാങ്ങാതിരിക്കുകയും ചെയ്യുന്ന ഒരു വഴിയാണ് ഒരു ഭക്തൻ്റെ വഴിയെന്നും ഈ വാക്യത്തിനുള്ളിൽ ഓർപ്പിച്ചിരിക്കുകയാണ്. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകത്തിനകത്തും ശലോമോൻ അതാണ് പറയുന്നത്. നേരായ വഴികളിലൂടെ യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യൻ അവൻ ഭക്തനാണെന്നും ദൈവത്തിനു വേണ്ടി നിൽക്കുന്നവരാണെന്നും ഓർമ്മപ്പെടുത്തുകയാണ്. മറിച്ച് നാം ചിന്തിക്കുമ്പോഴും ദൈവത്തിനു വേണ്ടി വേർതിരിക്കപ്പെട്ടവർ യാത്ര ചെയ്യേണ്ട പാത നിഷ്കളങ്കതയുടെയും സത്യസന്ധതയുടെയും
പരമാർത്ഥതയുടെയും പാതകളാണെന്നും ആ വഴിയിലൂടെ നിങ്ങൾ യാത്ര ചെയ്യുവാൻ മനസ്സ് കാണിക്കുന്നു എങ്കിൽ ദൈവത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങളുടെ മേലും നിങ്ങളുടെ കുടുംബത്തിൻ്റെ മേലും നിങ്ങളുടെ തലമുറകളുടെ മേലും ഉണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞ് നേരായ വഴികളിലൂടെ യാത്ര ചെയ്യുവാൻ നമ്മെ സമർപ്പിക്കാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, ഞങ്ങൾ ഭക്തന്മാർ യാത്ര ചെയ്യുന്നത് പോലെ നേരായ വഴികളിലൂടെ യാത്ര ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കൃപയിൽ ഞങ്ങളെ കാക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ.